എനിക്കറിയാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന്. ഇനി അറിയില്ലെങ്കിലോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്നും എനിക്കറിയാം. എന്നാലും നമ്മുടെ ചെമ്പഴുക്കയുടെ പരിപ്പ് കറി നിങ്ങൾക്ക് ഇഷ്ടമായാലോ? അപ്പൊ നമ്മുടെ ചെമ്പഴുക്കയിലെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇത് നമ്മുടെ ചെമ്പഴുക്ക ഉണ്ടാക്കാൻ പോകുന്ന പരിപ്പ് കറിയാണ്. ഈ പരിപ്പ് കറിയിൽ എന്തൊക്കെ ചേർക്കുന്നു, എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് നോക്കിയാലോ? അപ്പൊ എങ്ങനെയാ പരിപാടി തുടങ്ങിയാലോ? ഈ പരിപ്പ് കഴുകിയെടുക്കാം കേട്ടോ. ഒരു 4 പ്രാവശ്യം ഞാൻ കഴുകിയെടുക്കും കേട്ടോ. 3-4 പ്രാവശ്യം കഴുകിയെടുക്കും. അപ്പൊ 3-4 പ്രാവശ്യം ഞാൻ കഴുകും കേട്ടോ. അപ്പൊ ഈ കഴുകിയ പരിപ്പിനെ കുക്കറിലേക്ക് ഇടാം കേട്ടോ. ഇൻഗ്രീഡിയൻസ് കാണിച്ചു കൊടുത്തില്ല, ഈ സബോള കാണിച്ചിട്ടില്ല, ഈ കറിവേപ്പില കാണിച്ചിട്ടില്ല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിപ്പ് കറി ഞാൻ വെക്കുമ്പോൾ ഈ പരിപ്പിന്റെ കൂടെ ഒന്നെങ്കിൽ സബോള അല്ലെങ്കിൽ കുഞ്ഞുള്ളി, നമ്മുടെ ചെറിയ ഉള്ളി ചേർത്താണ് വെക്കാറ്. അത് ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് വെക്കാത്തത്. അപ്പൊ ഇന്ന് ഞാൻ സബോളയാണ് ചേർക്കുന്നത് എളുപ്പത്തിന്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ചേർക്കാം, ടേസ്റ്റ് കൂടും. ഇല്ലെങ്കിൽ എളുപ്പത്തിന് ഈസി ആയിട്ട് സബോള ചേർക്കാം. അപ്പൊ ഈ സബോള അത് അരിഞ്ഞിടണം കേട്ടോ. ഈ സബോള അരിഞ്ഞിടാം കേട്ടോ. അപ്പൊ നമ്മൾ പരിപ്പിലേക്ക് സവാള അരിഞ്ഞിട്ട് എടുത്തു. പിന്നെ പച്ചമുളക് ഞാൻ അരയ്ക്കുമല്ല, അരിഞ്ഞിടുവാണ് ചെയ്യുന്നത്. അരച്ചും വെക്കും, ഇപ്പൊ അരിഞ്ഞിട്ടത്. ഉപ്പ് ഇട്ടും വെക്കാം, ഉപ്പ് ഇടാതെയും ഇനി ഉപ്പ് ഇട്ടും വേവിക്കാം. വെന്ത് കഴിഞ്ഞിട്ട് അരപ്പ് ചേർത്ത് കഴിയുമ്പോഴും ഉപ്പിടാം കേട്ടോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോ ഇച്ചിരി ഉപ്പിടുവാണ്. വേപ്പില. അപ്പൊ നമ്മൾ പരിപ്പ്, ആ കൂടെ സവോള, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക കേട്ടോ. ഉപ്പും ചേർത്ത് ഇനി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക കേട്ടോ. അപ്പം ഇത് നമുക്ക് വെക്കാം കേട്ടോ. ഇനി അടുത്ത് എന്താ നമുക്ക് നോക്കാം. അത് വേവുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം കേട്ടോ. ഞാനൊരു ഇത്തിരി മഞ്ഞപ്പൊടിയാണ് ചേർത്ത്. മഞ്ഞപ്പൊടി, തേങ്ങ, ജീരകം, അതായത് കുഞ്ഞു ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില. കറിവേപ്പില ഇട്ട് അരക്കില്ല കേട്ടോ. അപ്പൊ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അപ്പൊ നമ്മള് തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുത്തു. ഇനി അത് വേവട്ടെ കേട്ടോ. നമ്മുടെ ഈ കുക്കറിന് 4 വിസിലാണ്. ഓരോരുത്തർക്കും അതിന്റെ അതറിയാലോ, അത് ഞാൻ പറയണല്ലോ എത്രയാണ് അതിന്റെ വേവ്. കുക്കർ ഉപയോഗിക്കുന്നവർക്ക് അതറിയാലോ. അപ്പൊ നമ്മുടെ കുക്കറിന്റെ എയർ പോയി നോക്കാം കേട്ടോ. എയർ പോയി. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഞാൻ പറഞ്ഞതേ. കുക്കർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എയർ ഫുള്ള് ഇത് പോയോ എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ തുറക്കാമുള്ളൂ. വെന്തോന്ന് നോക്കാം കേട്ടോ. നല്ല വെന്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് അരപ്പിടാം കേട്ടോ. ഈ മിക്സിയുടെ ജാറില് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ വെള്ളം ഒഴിക്കാം. ഉപ്പുണ്ടോ നോക്കണേ. ഉപ്പ് പാകത്തിനാണ്, ഇല്ലെങ്കിൽ ഇപ്പൊ ഒത്തിരി ഉപ്പ് ചേർക്കണം. ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഈ അരപ്പിട്ട് ഒന്ന് തിളക്കട്ടെ.
അപ്പോഴത്തേക്ക് നമുക്ക് കടുക് വറക്കാനുള്ളത് സെറ്റാക്കാം. അപ്പൊ അത് തിളയ്ക്കും, അപ്പൊ നമുക്ക് എളുപ്പമാകും. അപ്പൊ നമ്മള് ചട്ടി ചൂടായി, കടുക് വറക്കാനുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോ കടുകിടാം. വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടു. കടുക് പൊട്ടുമ്പോ പൊട്ടടുത്ത് നിൽക്കരുത്, തെറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. തീ കൂട്ടി വെക്കരുത്, അത്രേ ഉള്ളൂ. ഇനി ആദ്യം വറ്റൽമുളക് ഇടാം. ഇങ്ങനെ അരിഞ്ഞ് വെച്ച് നമുക്ക് ഈ കുഞ്ഞുള്ളി ഇടാം, പിന്നെ കറിവേപ്പില ഇടാം. അപ്പൊ ഇതിന്റെ ഒരു പരിപ്പ് കത്ത് പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇളക്കി കൊടുക്കണം. സെറ്റായി. സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പൊ ഇതായിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. കടുക് വറുത്ത പാത്രത്തിൽ ഇത്തിരി കറി ഒഴിച്ച് നമ്മളത് ഇതങ്ങ് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യും കേട്ടോ. അപ്പൊ നമ്മുടെ പരിപ്പ് കറി റെഡി. നോക്കി, അടിപൊളി. നല്ല കുറുകിയ പരിപ്പ് കറി, ഒത്തിരി ചാറ് ഞാൻ ആക്കില്ല. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളിയായിട്ടുള്ള നാടൻ പരിപ്പ് കറി. ഞാൻ ഇത്തിരി ചോറ് എടുത്തിട്ടുണ്ട്, കഴിച്ചു നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ പരിപ്പ് കറി കേട്ടോ. ഇത് പരിപ്പ് കറി ചോറും. അപ്പം നല്ല അടിപൊളി പരിപ്പ് കറി. ഇത് ചപ്പാത്തിയുടെ കൂടെ നല്ലതാണ് കേട്ടോ. ചപ്പാത്തി പരിപ്പ് കറി അടിപൊളിയാണ്. അപ്പൊ ശരി, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ശരി.